നിന്റെ അച്ഛന്റെ പേര് പറ. ക്രിസ്ത്യാനോ റൊണാൾഡോ. നീ വിളിക്കുന്നത് ഇപ്പൊ എന്ത്? ഞാൻ എന്റെ ഉപ്പാനെ വിളിക്കുന്നത് നീന്നാണല്ലോ. தம்பி நீங்க அதுக்கு சொல்ற எனக்கு தெரியும். நீ போலீஸ் ஒன்னமா பண்ண முடியாது. ஓ தம்பி வாங்க போங்க. നമുക്ക് എന്താടാ വേച്ചിച്ച് കിടക്കണേ? എടാ മിസ്റ്റർ എക്സ് പറഞ്ഞ് നീ ഗണ്ണ് വിക്കണം. ഗണ്ണ് കാശിന് വേണ്ടിട്ട് ഉള്ളതാണോ അല്ലേ? ഉള്ളതാണോ അല്ലേ? സത്യം മട്ട് സൊല്ല് സൂര്യ. സത്യം சொல்ல തമ്പി. ഓ അമ്മ ചന്ദ്രനെ പിടിച്ചിട്ട് സത്യം കള്ളം പറഞ്ഞു. ഓ അമ്മ മേലെ സത്യം സൊല്ല്. ഇല്ലില്ല അമ്മ മേലെ സത്യം പറയില്ല. അമ്മ മേലെ കള്ളം പറയില്ല. പറ അമ്മ മേലെ സത്യം സൊല്ല് പറ. அது என்ன பிரச்சனை உங்களுக்கு எக்ஸ்பிளைன் பண்றேன். இங்க பாரு எம்ஆர்சில இவரு இருக்காருல ராம்போ மாமா. ஒரு தவசை என்ன கிட்னாப் ஆக்கி ஒரு இடத்துக்கு கொண்டு போனாங்க சப்வே கிட்ட போகும்போது அவட സംസാരിക്കും போது அவரை வெறுதே பிராங்க் செய்ய நான் பீடியை விളിച്ച ஹலோ பீடி இது மாதிரி நான் எம்ஆர்சி ராம்போ സംസാരിக்கிறேன். எனக்கு ஒரு கன்னு வேணும்னு ചോദിச்சேன். அப்ப பேர் என்னன்னு ചോദിச்சாங்க. உன்னோட பேர் என்னன்னு ചോദിക്കുம்போது என்னோட பேரு மிஸ்டர் ஒயிட்னு சொன்னேன். அதுதானா செய்தவர். எதுமே செய்யலமா. எதுமே செய்யலமா. ചന്ദ്രദാ ഞാൻ വീഡിയോ അയച്ചുതരാം ചന്ദ്രന്. അന്ന അപ്പ എന്റെ അമ്മ സത്യം പറഞ്ഞ് കള്ളം പറഞ്ഞു. വീഡിയോ അയച്ചുതരാം. എന്റെ വീഡിയോ. தம்பி நீங்க அதுக்கு சொல்ற எனக்கு தெரியும். நீ நான் ஒரு ദിവസം என்ன செய்தார்னா என்ன ஒரு இடத்துக்கு கூட்டி போயிட்டு என்ன பிராமிஸ் வாங்கிட்டு இதுக்கு மேல நான் அப்பான்னு விളിക്കணும்னு சொல்லி ரொம்ப டார்ச்சர் பா. ரொம்ப டார்ச்சர். ഇങ്ങനെയാണോ പിള്ളേർക്കാണ്? നിനക്ക് എന്തായാലും നിന്റെ അച്ഛൻ എവിടെക്കെടുക്കാ വരല്. നിന്റെ സ്വന്തം അച്ഛനായിട്ട് ഞാനാണെന്ന് പറഞ്ഞാണ് ഇത്ര വലിയ തെറ്റ്. നിന്റെ അച്ഛന്റെ പേരെന്തോന്ന്? നിന്റെ അച്ഛന്റെ പേര് പറയാ. അച്ഛന്റെ പേര് എന്തായിരുന്നു? കൃഷ്ണ പറ. ക്രിസ്ത്യാനോ റൊണാൾഡോ. നിന്റെ അച്ഛന്റെ പേര് പറ. അച്ഛന്റെ പേര് പറ. നിനക്ക് തന്തയില്ല അപ്പ. നിന്റെ അഹങ്കാരം നിനക്ക് 10 തന്താര അഹങ്കാരാണ് നീ കാണിക്കുന്നത്. അല്ല ഒരാളെ തന്തയില്ലാത്തോന്റെ അല്ല ഒരാൾക്ക് നല്ലൊരു തന്തയായിട്ട് കൊടുക്കുന്നത്. എല്ലാരും ചന്ദ്രനെ പോലെ ഈ ചന്ദ്രനെ പോലെ നല്ല തന്തേനെക്കാട്ടും കുറച്ചും നല്ല തന്തല്ലേ നല്ലത്. കാരണം ചന്ദ്രക്ക് ഒന്നാമത് സ്ട്രെസ്സും കോഹ്ലിഡറായിട്ട് ഭയങ്കര സ്ട്രെസ് അല്ലേ. അപ്പൊ ഒരു മോനെ കൂടെ നോക്കുമ്പോ ഭയങ്കര ഇതായിരിക്കല്ലേ ചന്ദ്രു. അതുകൊണ്ട് പറഞ്ഞ. പക്ഷെ എന്നോട് എന്താ പറഞ്ഞേ? 5 കോടി എന്നാല് ഇന്ന തന്തേന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസിനെ തന്തേന്ന് മാറ്റാം. എന്നാ നീ ആ വീഡിയോ കാണിച്ചാ ശരി. സൂര്യ അപ്പടി சொல்ல மாட்டேன். ഞാൻ അതുപോലെ சொல்லவே இல்லப்பா. തമ്പി കീഴെ ഇറങ്ങി വെയിറ്റ് ആക്ക്. ചന്ദ്രന്റെ നമ്പർ ഒന്ന്. അതിനെ കീഴെ എന്റെ നമ്പർ അല്ല എന്റെ 2 ബ്രോ. എന്റെ നീ കീഴെ ഇറങ്ങി കീഴെ ഗുണിടാ നീ. ദാ കൊച്ചർക്ക നീ ഇത് കണ്ടിട്ടുണ്ടാവൂല. ഏത് ഇത് വീഡിയോ അയച്ചിട്ട് നോക്ക്. സത്യം പിടി. അല്ല അലീന എന്റെ അമ്മ അലീന, എന്റെ അച്ഛൻ ചന്ദ്രബോസ്. ആ സത്യം പിടിച്ചെന്തിനറിയോ? അസത്യല്ല ഞാൻ മാറ്റി പറയാന്ന് പറഞ്ഞിട്ട്. ഇല്ലെങ്കിൽ കള്ളം പറഞ്ഞാല. പറയൂ എന്നാലും പറയേ. ഇനി വേണ്ടി വരും പറയാ കേക്കും. അല്ല ശേ ഇതുപോലെ പറയും. ആദ്യം മുതൽ പറയും. കൊച്ചു പിള്ളേരടുത്ത് കൊച്ചു പിള്ളേരുടെ നീ കൊച്ചു പിള്ളേർ മൈരെന്ന് പറയില്ല. അതിന് പറഞ്ഞിട്ടുണ്ട് എന്ത് മൈരെന്ന് അങ്ങനെ എന്തോ പിള്ളേരുടെ അനാവശ്യം പറയണം. അച്ഛനെ മോനെ ഞാൻ അച്ഛനെ പറയാലൊക്കെ. ആ ഒരു അച്ഛനെ അമ്മാക്കി സത്യം.
കൊച്ചർക്ക டார்ச்சர் பண்ணி என்ன சாவடிச்சல்ல ആ പറയ് ഇതെന്താ പറഞ്ഞ ശരിക്കും അലീന? സത്യം പിടി അലീന അല്ല അലീന എന്റെ അമ്മ അലീന എന്റെ അച്ഛൻ ചന്ദ്രബോസ് ചന്ദ്രബോസ് സത്യം அம்மா பேர் അങ്ങനെ அம்மா ரெண்டு അപ്പൊ സത്യം പറയും അതെന്തിനാ സത്യം അസത്യല്ല സത്യം ഇനി പൈസ കൊടുത്തിട്ട് മുഞ്ചിച്ചങ്ക പറയേ ചന്ദ്രബോസിന്റെ മോനല്ലേ ഫേക്കായാലും എന്താ പറയാ ചെലപ്പോ ചെറിയ സ്വഭാവം വന്നിട്ടുണ്ടെങ്കിൽ சத்தியமான செய்றேன் അല്ല ശരി ആ എടാ ഞാൻ കാര്യം ചെയ്യട്ടെ. ആ മനസ്സിലായി സൂര്യ என்னப்பா കുഴപ്പമില്ല കേട്ടാ. ஓகேப்பா ആ മുസ്ലിം വന്നേ. അവര് വീടൊക്കെ തന്നെയാണ്, ഇന്നൊന്നും പറയാൻ പറ്റില്ല അവനെ. വെറുതെ ഇപ്പൊ വിശ്വാസായില്ലേ നമ്മ കള്ളം പറയലില്ല. അതെനിക്കറിയാം. ഇന്ന് വീട് വന്നോണ്ട് മാത്രം ഒന്നും പറയുന്നില്ല കേട്ടോ. എടാ ഇന്ന് ആള് കുറവല്ല, സിറ്റുവേഷൻ എടുക്കണോ? ആണോ? അറിയത്തില്ല, നോക്ക്. ആണോ? അത് കൊള്ളാം സൂര്യ. ചന്ദ്രു പക്ഷെ എനിക്ക് അനക്കും തറ പവറ് ഇല്ല തൃക്കണ്ണ പറ ഇല്ല റിക്കണ്ണും ഉക്കറുണ്ട് എല്ലാം നോക്കി, ഒന്നും കാണുന്നില്ല. മര്യാദക്ക് തൃക്കണ്ണ് വെച്ചാ നോക്ക്. എടാ നീ പറഞ്ഞ സൂര്യ, എടാ വെയിറ്റ് കൊള്ളാം ഒറ്റയ്ക്കാവുന്നു. ID 474. இப்போ மேனேஜ்ல எல்லாமே கொடுத்துறேன், உன்னால எல்லாமே செய்ய முடியும். சேல், ஆட்டோமேட்டிக், ரெண்ட், மேனேஜ், எல்லா பெர்மிஷனும் கொடுத்துட்டேன்பா. இப்போ நோக்காவோட கராஜ் வந்துச்சானே ചന്ദ്രു വന്നാച്ച്. ഓ തമ്പി വാങ്ങേ പോങ്ങാം നമുക്ക്. അന്റെ ഒരു സാധനം കാണിക്കാണ്ട് ഇവിടെ ചന്ദ്രു സേവ് പണ്ണ. സുഖം നമുക്കല്ല ചന്ദ്രന് സുഖം. ഞങ്ങൾക്കൊരു ഒരു വണ്ടി ചന്ദ്ര, ഞാനൊരു വണ്ടി മരിക്കുന്നുണ്ട് ചന്ദ്ര, നമുക്ക് സർപ്രൈസ് ആയി തരണം. അതല്ല മറ്റേ ക്ലബ്. ചന്ദ്രു ഞാനൊരു സിറ്റി വണ്ടി ഇറക്കാൻ പോ. ചന്ദ്ര അതൊന്നും നമുക്ക് സർപ്രൈസ് ആയി തരോ? ഒരു വണ്ടി ഇറക്കാൻ പോ. ഞാൻ സർപ്രൈസ് ആയിട്ട് ചന്ദ്ര നമുക്ക് തന്നാ മതി. ചന്ദ്ര നമുക്കാരില്ല ചന്ദ്ര, നമുക്ക് സർപ്രൈസ് തരാൻ. അതുകൊണ്ടല്ലേ പറഞ്ഞു. നമുക്ക് സർവീസ് ചെയ്യാൻ പോകണ്ട. എന്റെ വണ്ടി സർവീസ് അല്ല, ആകെ ഫ്രീ വണ്ടി ആയിരുന്നു. ഇല്ല ഞാൻ ഇറക്കാൻ പോവാ. സത്യം പൊന്നനോട് വണ്ടി വേണം ഞാൻ കൊടുത്തിന്. ഒരു ഒന്നര പീശൊക്കെ പെർഫെക്റ്റ് ആണ്. നീറ്റ് ആൻഡ് ക്ലീനാ. പൊന്നുവല്ലല്ലേ ഞാൻ നോക്കുന്നേ. കുലുക്കി താക്കാ നാരദല്ലേടാ? അല്ലല്ല കണ്ടാ പറയണേ. അതിലൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരാം. வண்டி மாத்த முடியாது வா வந்துருவாங்க. அப்ப உள்ள பார்த்தா வந்துறாங்க உடனே போலீஸ். என்ன பாது அது என்ன பார்த்தா அப்ப வரி. அது போலீஸ்னா അങ്ങനെ മാഗ്നറ്റിക് പവർ ഉണ്ട്. அப்ப போலீஸ் ஸ்டேஷன் இறங்கி எரிய நெருப்பு வச்சிரலாம்பா. எதுக்கு போலீஸ் ஸ்டேஷனே தேவையில்லை. ഞാൻ പെണ്ണുങ്ങളുടെ അടുത്ത് അടിക്കിട്ട് പോയാ എല്ലാം എൻഡിമാറാണല്ലോ. എന്റെ പേര് വിളിക്കല്ലേ അവിടെ വെച്ച്.
அது வாட்டர்ல ஒருத்தர் டிரைவ் பண்ணிட்டே இருந்தாருன்னு சொல்லிட்டு அவர் எப்பவுமே வாட்டர்ல விட்டுட்டாரா ഓക്കെ அதனால அந்த வண்டியை அன்இன்ஃபார்ம் ചെയ്യണം ബീച്ചാടി കൂടെ ആയിരുന്നു ഓടിച്ചോണ്ട് പോയെ ഇവിടെ நான் ஓட்டல வேற யாரோ ஒருத்தர் ஓட்டிட்டு போனாரு ഇൻഫോൺ അൺഇൻഫോൺ ചെയ്യാൻ முடியாதா ഫൈൻ കൊടുത്തിട്ടുണ്ടോ അത് ഫൈൻ ഇല്ലല്ലോ ഫൈനല്ല ഇല്ല എന്നാ ഇൻഫോൺ സെക്ഷനിൽ പോയി വണ്ടി എടുത്താൽ മതി അതുപോലെ എടുക്ക முடியல ഉங்கள்ட்ட പെർമിഷൻ ചോദിക്കണമെന്ന് சொல்லிட்டு അവിടെ വരുது ആണോ എന്നാ ഞങ്ങൾ എടുത്തുതരാം ഓക്കേ ഇവരെ എന്നോട് ഫ്രണ്ട് കൂടെ കൂട്ടി വരലാമാ ഇവരെ കൊണ്ടുതരാം പോലീസ് വണ്ടിയിல தான போறோம் ഹലോ ഔക്കർച്ച ഓടുന്നല്ലോ സ്മൂത്ത് ചെയ്ത് ഈ സൈഡ് ബീച്ചാടിൽ നിന്ന് പോകണം ബീച്ചാടിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല വണ്ടി വെച്ച് ഏത്തറണ്ട സൂര്യ ബോസ് സാർ സാറിന് മുന്നിൽ വെച്ചിട്ട് ചെറിയ ചെക്കനെ ഇടിച്ചിട്ട് എന്നിട്ട് നിങ്ങൾ നോക്കിയിരിക്കുന്നത് നമ്മളല്ലേ ഈ വണ്ടി എടുക്കുമ്പോ നിങ്ങൾ കുറക്കുന്നുണ്ടല്ലോ ഈ വണ്ടി എടുക്കാൻ പാടില്ല ഒറ്റ കാര്യം ഞാൻ പറയട്ടെ ഞാൻ കണ്ടിട്ടില്ല ഓക്കെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ അതാരി സാറേ ആ വണ്ടിയുടെ കേസ് ഞാൻ പറയുന്നെങ്കിൽ അത് ഇമ്പോണ്ട് ചെയ്യാൻ പോവാണ് സാർ ഒരു കാര്യം നേരത്തെ സാറ് സംസാരിച്ചത് എന്റെ അടുത്താണെന്ന് അറിഞ്ഞിട്ട് സാർ ഒരുമാതിരി സംസാരിച്ചത് ഡിസ്റെസ്പെക്ടിങ് ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പോലീസാണെന്ന് പറഞ്ഞിട്ട് സാർ കുറെ നേരം സംസാരിച്ചിട്ടാ പനി പേടി അപ്പുറത്തല്ലേ നിക്കുന്ന രീതിയിലാണ് സാറ് സംസാരിച്ചത് ഓക്കെ ഞാൻ ആ കാറിലുള്ളവരാ സംസാരിച്ചത് സാറ് അങ്ങ് കൂടുതലൊന്നും ഉണ്ടാക്കല്ലേ എന്നാ സാർ ചെയ്യുന്നത് ചെയ്തോ കേട്ടോ സാറിനും അറിയാം എനിക്കും അറിയാം ഞാൻ കാറിനോട് സംസാരിച്ചത് മനസ്സിലായാ സാറേ ഞാൻ പിന്നെ എന്തിനാ വണ്ടി ഇമ്പോണ്ട് എന്താ മര്യാദക്കല്ലേ സംസാരിക്കുന്നു നീ എന്ത് ചെയ്യില്ലെങ്കിൽ അങ്ങനെ സംസാരിക്കല്ലേ അങ്ങനെ സംസാരിക്കണ്ട അത് പീടിയാണ് അങ്ങനെ സംസാരിച്ചൂടാ അവരുടെ അടുത്ത് നിന്റെ അടുത്ത് സംസാരിക്കണ അത് ബാക്കി വെക്കാം നമ്മളങ്ങനെ സംസാരിക്കണ്ട സാറേന്ന് വിളിച്ചാൽ സംസാരിക്കണോടാ അത് അവര് പീടിയല്ലേ അത് ഞാൻ സംസാരിച്ചോ ഹലോ ചന്ദ്രു ഹലോ ഔക്കർച്ച സംഭവം എന്താ അറിയോ ഞാന് ആടെ ഒരുത്തം വന്നിട്ട് എന്നെ വണ്ടി വന്നിട്ട് ഇടിച്ച് അപ്പൊ ആ ചങ്ങനോട് ഞാൻ വന്നിട്ട് പറഞ്ഞു ബ്രോ എന്തിനാ ബ്രോ വന്നിട്ട് ഇടിച്ചേൻ അതിന് സാറിന് ഞാൻ ഇടിച്ചില്ലല്ലോ അന്നെ സാറെന്ന് വിളിക്കുന്നു ഒരു ചങ്ങായി ഞാൻ വിചാരിച്ചു ബ്രോ എന്തിനാ എന്നെ സാറെന്ന് വിളിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു ഞാൻ അവനോട് കൊണയടിച്ചോട്ടെ അത് സംഭവം എന്നോട് സംസാരിക്കുന്ന ആ പീടിയാ ആ കാറിലുള്ള മുണ്ടാണ്ട് നിന്ന് എന്നിട്ട് അയാള് സാറിന് വിളിച്ചു അയാൾ പീഡിന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞു ഞാൻ സോറിയും പറഞ്ഞു ബ്രോ ഞാൻ ഇയാളോടാ സംസാരിച്ച സാറിനോടല്ലാന്ന് പറഞ്ഞു അയാളാണ് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നേ പക്ഷെ അയാൾക്കറിയാം എന്താ ഞാനാ ഇപ്പുറത്തല്ലേ എന്നിട്ടും ആ വെറുതെ അമ്പി കളിക്കാം മനസ്സിലായാലേ അപ്പൊ ഞങ്ങൾക്ക് പൊട്ടി ഞാനെന്ത് മനുഷ്യനല്ലേ അയാൾക്ക് പീഡിയാന്ന് പറഞ്ഞ വല്ല കൊണടിക്കേണ്ട എന്താ ആവശ്യമോ അയ്യറാറക്കിണ്ടെന്ന് പറഞ്ഞിട്ട് അയ്യറാ അവർക്ക് പവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പീഡിനെ നമ്മളെപ്പോഴും റെസ്പെക്ട് ചെയ്യാൻ ഞാൻ ആന്ന് വിളിച്ചിട്ട് സാറെന്നല്ലേ വിളിച്ചത് നീനെ പറഞ്ഞിട്ടുള്ളൂ നീന്ന് പറയുമ്പോ ഇപ്പൊ ചന്ദ്രൻ നീയല്ലേ അല്ല നീയല്ല മുണ്ടച്ചോറി ഇടിച്ച് പല്ലടക്കുന്ന അല്ല നീ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നീന്ന് വിളിക്കുന്നത് ഇപ്പൊ എന്ത് നീ എന്ന് പറഞ്ഞാ എടാന്ന് വിളിക്കുന്ന പോലെ തന്നെയാണ് നീ എന്ന് വിളിക്കുന്നത് ആണ് നിങ്ങളുടെ നാട്ടിലെ ഞാൻ എന്റെ ഉപ്പാനെ വിളിക്കുന്നത് നീന്നാണല്ലോ കുഴപ്പമില്ല നീ എന്ന് വിളിച്ചോ ബാ നമുക്ക് പോവാ അയാളെ കൊന കത്തിനാ ചന്ദ്രു വലിയ കൊണയാ ഞാൻ പിരി കയറിയ ഏതോ ട്രെയിനിയാ അത് ചോദിക്കണോ വരെ അല്ല നീറ്റായിട്ട് യുവർ നെയിം ഔക്കർച്ച ഓക്കെ ഞാൻ ഔക്കർച്ച ഇത് ഔക്കർച്ച പോവാ പെട്ടെന്ന് നിന്നോടെ ഇവിടെ
സാർ എന്തിനാ ബ്രോ വണ്ടി എടുക്കുന്നേ? ഹലോ ബ്രോ എന്താ വണ്ടി എടുക്കാൻ നോക്കുന്നേ? ഹലോ ഇല്ല വണ്ടി പെട്ടെന്ന് വണ്ടി ഒരു വണ്ടി ഇങ്ങനെ ഓടി നിന്നറാ. ഇതെന്ത് ഈടല്ലേ പാർക്ക് ചെയ്യുന്നത്? പാർക്കിംഗ് സ്ഥലം ഉണ്ടല്ലോ ഇത്രയും പോലെ. ഇവിടെ ഇത്രയും സ്ഥലമുണ്ട്. മുതുക്കില് സാറന്മാർക്ക് വണ്ടി ഇട്ട പ്രശ്നമല്ലേ? എന്താ സൈഡിൽ കയറിപ്പോ ഏട്ടാ ആ വീഡിയോ എന്തിനു സൂര്യാണോ പോയത്? എത്ര രൂപ മാഡം? 5 CR. പൈസ മാഡം ഒരു കംപ്ലൈന്റ് റിട്ടേൺ കംപ്ലൈന്റ് എഴുതി തന്നെ Sir, ipo enakku food kaichilla sir 5 days inda please paisa taro. ഫൈസുകാരന് ഫുഡോ? ഇല്ല ആ പൈസ കിട്ടണമെങ്കിൽ ഒരു 3 കൊല്ലം കഴിയും എന്നാലേ കിട്ടും. കംപ്ലൈന്റ് കൊടുത്തിട്ട് കോടതിയിൽ പോയിട്ട് ജഡ്ജിന്റെ ഒപ്പ് വയറ് കീറൂലേ? Then their haters sir paisa taro. madam we support you is a me hater. Hey you are udaip you are sir you are eating 5 CR city you are fraud. Oh my Sir this girl is very fraud. She is kidnapping all little boys like Surya boss she kidnap you no no she hello Chaitini yes ഔക്കർച്ച പറഞ്ഞു സാറിന്റെ പേരെന്താണ് സൂര്യബോസ് സാറിനെന്തോ പീഡിയയിലേക്ക് കൊണ്ടുപോകാമോ സാർ? ഇതാര് അപ്പുക്കുട്ടൻ എടാ ഒരു വണ്ടി എടുത്തിട്ടാ. ഏതപ്പോ കിട്ടും? ഓ ആ വണ്ടി ഇല്ലടാ. നമുക്കറിയില്ല ഇപ്പൊ ഓന് അറിയില്ല പറഞ്ഞ് കേട്ടായാല. മനസ്സിനെ എഴുതി വെച്ചിരിക്കണേ വണ്ടിയില്ല. ലിസ നീ ഫുഡ് സാപ്പിയാ? ലിസ ഇല്ലടാ ഫുഡ് സാപ്പിട്ടില്ല. സാപ്പിടിട്ടേ ഇല്ല എന്റെ ആവശ്യമില്ല എന്റെ ആവശ്യമില്ല എന്റെ ആവശ്യമില്ല ഇല്ലല്ല ആവശ്യമില്ല. കിട്ടിയടാ കിട്ടിയടാ കിട്ടിയടാ. ഇത് വന്ന് ഞാൻ ദുബായിലേന്ന് മേടിച്ചിട്ട് വന്നത്. ഓക്കേവാ? ഓക്കെ വാ ഞാൻ കഴിച്ചു. ആയിട്ട് തിന്നുന്ന ബാക്കാന്നല്ലോ കുനാഫ എന്ന് പറഞ്ഞിട്ട്. അത് കുനാഫയാടാ. അത് തോന്നുന്നു നിങ്ങൾ കാണുമ്പോ തോന്നുന്നത്. അപ്പൊ ഈ ഫ്രണ്ട് താവ് ലിസ ചന്ദ്രൻ എന്താ കണ്ടേ ഓള് തിന്നുന്നേ? ബാക്കല്ലേ ബനാന. നമുക്കറിയാം നമ്മുടെയൊക്കെ അല്ല ഔക്കർച്ച എപ്പോ ഉസ്മാൻ എടുത്തില്ലല്ലോ? ഇല്ല കൊടുത്തിട്ടില്ല. കൊച്ചർക്ക നീതി കണ്ടിട്ടുണ്ടാവില്ല. പരിപാടികളുണ്ട് പറയാം. போலீஸ் ஒன்னமா பண்ண முடியாது. நம்மள ஒண்ணும் பண்ண முடியாது. அவங்க துண்ட பீஸ் பண்ணி விடும். அது அவங்க தெரியும் நம்பங்க தெரியும். அவங்க பீஸ் பீஸா பண்ணி തമിഴ് അവന്റെ എന്തിനടാ ഇറങ്ങി ഇവിടേക്ക് എന്തോ എവിടാ ചന്ദ്ര ഈ വണ്ടി ഒന്ന് സർവീസ് ആക്കി തരുമോ? അനങ്ങുന്നില്ല നോക്കതാ. നീ കേറി എന്റെ വണ്ടി അനക്കാട്ട് അനങ്ങാതെ ഇരിക്കുകയാണ്. നിന്റെ വണ്ടി സർവീസ് പോയി സ്വന്തം കാശിലിടാ നായിന്റെ മോനെ. என்னடா நீ சொல்ற தம்பி? தம்பி கீழ இறங்கு. தம்பி கீழ இறங்கு. തമ്പി കീഴറക്ക തമ്പി കൊച്ചർക്ക വാസുണ്ണിന്റെ അപ്പാപ്പനും കൊടുത്തു ഓടത്തൂന്നല്ല ചാടുത്തു. ഇപ്പൊ ചന്ദ്ര വരും നോക്ക് എവിടെ? 3 2 1 0 ഊമ്പി ബാക്കിൽ നോക്ക്. ബാക്ക് നോക്ക് ബാക്ക്
അതില് Back ഇല്ല. ബാഗ് അപ്പ എதுக்கு നോക്കണം അതിലിപ്പോ വരും 3 2 1 0 എല്ലാം അപ്പാപ്പനാന്ന്. വരവേലപ്പാ നിന്റെ തന്ത അത്. നീ അപ്പാപ്പന്റെ മോനടാ നീ. അപ്പാപ്പനോട് നിന്നെ സജസ്റ്റ് ചെയ്തേ ടിവിയിൽ നിന്നെ എടുക്കാൻ. നീ അപ്പാപ്പന്റെ മോനടാ നീ. ആര് ഞാനാ? ആ മുച്ചിരി ആമാ അങ്ങേരെ സുമതി അമ്മയുടെ മോനടാ നീ. അപ്പാപ്പന് നിന്റെ വെള്ളം മുടി അങ്ങേരെ വെള്ളം മുടി. അപ്പാപ്പന് അതിനുള്ള ശക്തി ഒന്നും ഇല്ല എന്നെ സുമതി അമ്മയുടെ അതെ സുമതി അപ്പാ സത്യം സുമതി അമ്മയുടെ അതേ ലുക്കടാ നിനക്ക്. ആണാ? அப்ப இவன் கருப்பா இருக்காப்பா നിന്റെ തന്തപ്പ ഡാറാ ഡാറാ കളറിന് പറയല്ലേട്ടാ, പന്നിക്കിട്ട് പട്ടിക്കിട്ട് കൊടുക്കും. എടാപ്പ ഞാൻ കാര്യം ചോദിക്കട്ടെ മുച്ചിരി, നിന്റെ അച്ഛൻ ഇനി അപ്പാപ്പനായിരിക്കുവോ? അപ്പാപ്പൻ എന്ന് പറയുമ്പോ എത്ര ബേസിന് മൂത്തതായി. അപ്പാപ്പ ഇല്ല ഇല്ല, ഇപ്പൊ നിന്റെ അച്ഛനാണ് അപ്പാപ്പനെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നീ ഓക്കെ ആണോ അക്സെപ്റ്റ് ചെയ്യാൻ? തിരിച്ചറിയാണ്ട് നമ്മ ഇങ്ങനെ ഇതാക്കും. അക്സെപ്റ്റ് ആക്കണ DNA ടെസ്റ്റ് ഉണ്ട് കൊറേ. എങ്ങനെയാ? അല്ലല്ല, അതായത് ബ്രാവോനെ ഒരു അച്ഛനായിട്ട് കാണാൻ നിനക്ക് പറ്റുമോ? അല്ലെങ്കിൽ മന്ദാരത്തിനോട് ചോദിക്കണം എന്നെ ആടുന്ന് വീണിട്ട് കിട്ടി. അല്ല ഏതോ തീട്ടപ്പറമ്പെന്ന് വീണിട്ട് കിട്ടിന്നാ പറഞ്ഞേ. ആ ആര് മന്ദാരത്തിനാ? ആ മന്ദാരത്തിന് എന്നെ തീട്ടപ്പറമ്പെന്ന് കിട്ടിന്ന്. അപ്പൊ അപ്പാപ്പനോടൊന്ന് ചോദിച്ചു നോക്കോ തീട്ടപ്പറമ്പ് വല്ല കിട്ടിയിട്ട് പോയിനാണ്. അതൊക്കെ അയാളോട് ഞാൻ ചോദിച്ചിന്. അയാള് പറഞ്ഞേ ഞാൻ തീട്ടപ്പറമ്പിലൊന്ന് മറ്റേ പേരെന്താന് ആളും പറഞ്ഞേ നിന്നെ ആ തീട്ടപ്പറമ്പിലൊന്നും ഇട്ടിട്ടില്ല. ഞാൻ എവിടെ പുറത്ത് ഗൾഫിൽ പോയിട്ട് വരുമ്പോ നിന്നെ കാണുന്നില്ല. നന്നെ ഏതോ തീട്ടപ്പറമ്പിൽ ഇട്ടിന്നാ പറഞ്ഞു. ആ നന്നെ చాలా ഡേഞ്ചറസ് ആണ്. ഞാൻ പറയട്ടെ നിന്റെ അടുത്ത്, ഞാൻ ചോദിച്ചതൊന്നുമല്ല. അപ്പാപ്പനെ നിനക്ക് ഒരു അച്ഛനായിട്ട് കാണാൻ പറ്റുമോ ഇപ്പൊ നിന്റെ അച്ഛനാണ് ആണെങ്കിൽ? അതങ്ങനെ സാധിക്കും. അതാണ് ചോദിക്കുന്നത്. അതായത് നീ ചിന്തിക്കുക, ഇമാജിൻ, ജസ്റ്റ് ഇമാജിനറി. നാണക്കേടല്ലേ തൊണ്ടുപ്പാപ്പന്റെ ബേസും നോക്കൂ. എടാ വയസ്സിന്റെ അല്ല, അങ്ങനെ ഒരു അച്ഛനായിട്ട് കാണാൻ നിനക്ക് നിന്റെ മനസ്സുകൊണ്ട് നിനക്ക് പറ്റുമെന്ന്. ഇപ്പൊ അച്ഛനാന്ന് പിന്നെ അച്ഛന് നല്ല പിന്നെ ആരെ വിളിക്കാൻ പറ്റൂ? അതിപ്പോ ആരാന്ന് അച്ഛൻ ഇപ്പൊ വിളിച്ചേ പറ്റുമല്ലേ? തെളിഞ്ഞാൽ ഞാൻ ആളെ അച്ഛൻ തന്നെയല്ലേ വിളിക്കാൻ പറ്റും നമുക്ക്. സൂര്യബോസാന്റെ അച്ഛനാണെങ്കിൽ അച്ഛനല്ലേ വിളിക്കാൻ പറ്റും. നിന്റെ അടുത്തൊരു പ്രത്യേക കൺസേണാ പുള്ളിക്ക് തന്നെയാ. ആ അതായത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും വാറില്, മുച്ചിരിക്കൊന്നും പറ്റില്ലല്ലോ, മുച്ചിരി ഓക്കെ അല്ലേ, മുച്ചിരി ഓക്കെ അല്ലേ? ഞങ്ങക്ക് കേട്ടിട്ടില്ലല്ലോ ഇതുവരെ. ഞാൻ കേട്ടിട്ടുണ്ട്, കാരണം നീ എന്തേലൊക്കെ ചാവുമല്ലോ. ഞാൻ ആകെ പ്രീവാറില് മാത്രം ആദ്യമേ ചാവുമല്ലോ, പിന്നെ ആ പ്രീവാറ് നമ്മ തോറ്റിനി. വേറെ ഏത് ചത്തിട്ടില്ല, മനസ്സിലായാ? അല്ല നീ ചത്ത പ്രശ്നത്തിലാണ്. നീ എന്തിനാ ഇങ്ങനെ പെട്ടെന്ന് കൊള്ളുന്നെന്താ? നീ എന്റെ സ്റ്റോറി കിട്ടിയ സ്റ്റോറി കണ്ട് അതെ അത് ഒരു കഴിവില്ലാത്തവന് വരാന്ന് പറഞ്ഞു. അവൻ ബെരാന്ന് പറഞ്ഞാല് ഞാൻ അവന് കാണിച്ചെടുത്ത് എന്റെ ബെര. ആ ചന്ദ്രൻ അടിക്കാൻ പറ്റും അങ്ങനെ? ചന്ദ്രൻ മുക്കും. നിന്നെ അടിച്ച് തോപ്പിച്ചല്ലോടാ ഞാൻ 2 പ്രാവശ്യം. PL ഉണ്ടാവുമ്പല്ലേ അത് വന്നിട്ട് ഞാനല്ലേ ആ കളി ജയിച്ചേ. അത് മറ്റേ കില്ല് കൂടുതൽ ബഗ്ഗാന് PLന്റെ ബഗ്ഗാന് അത് ചന്ദ്രൻ ജയിച്ചു നയിച്ചു. ആ കളി ജയിച്ച ഞാൻ തന്നെയല്ലേ? അല്ല ഫസ്റ്റ് കളി തോറ്റു. ഞാന് ഇന്നലത്തെ 2 പിക്ക്, SR റേറ്റ് 3 പിക്ക്, പുതിയ പീസിലുള്ള എല്ലാത്തിനും പിക്ക് ഇട്ടിട്ടുണ്ട്. പുതിയ പീസ് 2 പ്രീവർ. അതൊക്കെ ഓർത്തിരിക്കണം. ഞാൻ ഇങ്ങനെ കുറെ പേരെ കൊല്ലുന്നുണ്ട്, ഓർത്തിരിക്കാൻ പറ്റത്തില്ല. കൗണ്ട് ഇങ്ങനെ മൈൻഡ് നിൽക്കൂല, അത്രയും ആൾക്കാരെ കൊല്ലുന്നുണ്ട്. ആദ്യം ചാകുന്നുണ്ടല്ലോ. കൊന്നിട്ട് ചാവും. എടാ നമ്മളെ ഒരു 10 പേര് വന്നു കഴിഞ്ഞാലും അഡ്മിൻ ലൈവ് കാണേ. ചന്ദ്ര ചാകുന്ന മാത്രം കാണുന്നില്ല. ഞാൻ അഡ്മിൻ ലൈവ് നോക്കുമ്പോഴത്തേക്ക് നിന്റെ വാറിനെ കാണാറില്ല, കാരണം നീ സ്ലോട്ടിൽ ഇല്ല. ഞാൻ കേറില്ലല്ലോ. അനക്ക് കൈബറ, ചന്ദ്രക്ക് കൈബറ ഇല്ലാഞ്ഞിട്ട് ഞാൻ കൈബറയിൽ അങ്ങനെ കളിക്കുന്നേ. ചന്ദ്ര എങ്ങനെ കൈബറ ഇല്ലാഞ്ഞിട്ട് എങ്ങനെ കളിക്കുന്നേ? നിനക്ക് കൈബറയിലുണ്ടെന്നാണല്ലോ എല്ലാരും പറയുന്നേ പുറത്തേക്ക്. ആ അനക്ക് കൈ പറക്കുന്നുണ്ട് സിറ്റുവേഷൻ ആകുമ്പോ, എന്താ അറിയില്ല. പക്ഷെ ഇന്നലെ TDS ആയിട്ട് ആയില്ലേട്ടാ, വലിയ വലിയ ഗ്യാങ്സ് ആകുമ്പോ. നിനക്ക് എന്താ പറയാനുള്ള ആ പുറത്തിരുന്ന് നിന്നെ പറ്റി പറഞ്ഞവരടുത്ത്? എവരായിട്ട് മറ്റേ പുറത്തിരുന്ന് പറഞ്ഞില്ലേ നിന്നെ പറ്റി? അവരെ പറ്റി ഞാൻ പറയേണ്ടി പറഞ്ഞല്ലോ. കഴിവില്ലാത്തവർ പിന്നെ കഴിവുള്ളവർ കഴിവില്ലാത്തവർ പറയാൻ പറ്റില്ലല്ലോ. അതും അന്നത്തെ ലൈവിന് എടുത്തിട്ട് പോലെ നമുക്ക്
நீ எந்த அப்பனா இது வரைக்கும் உன்னை கூட்டிட்டு எந்த வாரம் ஜெயிக்கலையா போவியா മാറ്റിയാ നമ്മള് മണി ടർഫിന്റെ അടുത്തുണ്ട് നീ TDM സിറ്റിസൺ വണ്ടിയല്ലേ ഒരാളെ പിടിക്കാൻ വേണ്ടി തരുന്നു എന്ത് അവർക്ക് ചിഹ്നമാണല്ലോ എന്താ പറഞ്ഞ ഷിന്ന് ഒരു വണ്ടി എടുക്കാനായിരുന്നു ആ വേണോ എടുത്തു തരണോ എന്ത് പറ്റി ഫിറ്റിങ്ങാ നമ്മളെ വിളിക്കണ്ടേ പറയണ സിറ്റുവേഷൻ கண்ணு மட்டும் ഊമ്പണം நீ ஊம்பு കോലുമുട്ട കോലുമിട്ടായി ഊമ്പണമെന്ന് പറഞ്ഞേ നിന്റെ വേഷം അതല്ലേ കോലുമിട്ടായി ഊമ്പുന്ന വേഷല്ലേ அதே சொன்ன ഇതെന്താ നമുക്ക് വല്ല അടി കൊണ്ടാ മോനെ നിന്നെ പഞ്ഞിക്കിട്ട് പട്ടിക്കിട്ട് കൊടുക്കും